പൗലോസ് മുതലാളിയുടെ കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഡ്രൈവറാണ് പത്രോസ്. ആ ഗ്രാമത്തിലെ ഏറ്റവും പിശുക്കനായിട്ടുള്ള വ്യക്തിയാണ് പൗലോസ് മുതലാളി. പക്ഷേ എല്ലാ ദിവസവും പൗലോസ് മുതലാളിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ രാത്രി കട പൂട്ടി വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കടയിലെ പണപ്പെട്ടി തുറന്ന് അദ്ദേഹം കണ്ണ് നിറയെ ഇങ്ങനെ നോക്കി വെക്കും. അപ്പോൾ ഒരു വലിയ സേഫ് നിറയെ നോട്ടുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് പൗലോസ് മുതലാളി എല്ലാ ദിവസവും വീട്ടിലേക്ക് പോകുക. ഒരു ദിവസം വളരെ വിചിത്രമായിട്ടൊരു ആവശ്യം ഈ ഡ്രൈവർ പൗലോസ് മുതലാളിയോട് ചോദിച്ചു. അപ്പോൾ പൗലോസ് മുതലാളി എന്തതിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, മുതലാളി എനിക്കും ഒരു ദിവസം അങ്ങയുടെ പണപ്പെട്ടി ഒന്ന് കാണണം. അപ്പോൾ മുതലാളി പറഞ്ഞു, ആയിക്കോട്ടെ, നീ എൻ്റെ വിശ്വസനായതുകൊണ്ട് ഞാൻ നിന്നെ അനുവദിക്കാം എന്ന് പറഞ്ഞ് ഒരു ദിവസം വൈകുന്നേരം കട കൂട്ടുന്നതിന് മുമ്പായിട്ട് പത്രോസിനെ വിളിച്ചിട്ട് തൻ്റെ പണപ്പെട്ടി തുറന്ന് കാണിച്ചു കൊടുത്തു. കണ്ട് സംതൃപ്തനായ പത്രോസ് തിരിഞ്ഞിട്ട് മുതലാളിയോട് പറഞ്ഞു, വളരെ സന്തോഷം മുതലാളി, ഞാനും മുതലാളിയായി. എന്താണ് ഈ പറഞ്ഞത് മനസ്സിലാവാതെ പൗലോസ് മുതലാളി ചോദിച്ചു, എന്താണ് നീ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. ഇതുകൊണ്ട് അങ്ങേക്കും എനിക്കും ഒരേ കാര്യമുള്ളൂ, കണ്ടുകൊണ്ടിരിക്കുക. അങ്ങ് ഇത് എന്നും കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാനും ഇന്ന് കണ്ടു. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ തുല്യരായി, കാരണം ഇതൊന്നും അങ്ങ് ചിലവാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ സമ്പാദിക്കുകയും അല്ലെങ്കിൽ ഏൺ ചെയ്യുകയും ചെയ്യുന്ന പണം എന്ന് പറയുന്നത് ആവശ്യത്തിനും അത്യാവശ്യത്തിനും എല്ലാം ചിലവാക്കാൻ തന്നെ ഉള്ളതാണ്. അത്തരം ചിലവാക്കലിലൂടെ മാത്രമേ ധനത്തിന്റെ ഒരു ക്രയവിക്രയം മാർക്കറ്റിൽ നടക്കുകയുള്ളൂ. ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ഞങ്ങൾ പണം ചിലവാക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ആ ഗ്രാമത്തിൽ പിന്നെ എക്കണോമിക്കലായിട്ട് അഭിവൃദ്ധി ഉണ്ടാവുകയില്ല. അപ്പോൾ എക്കണോമിക്കലായിട്ടുള്ള അഭിവൃദ്ധിയുടെ തുടക്കം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആഗ്രഹങ്ങളിൽ നിന്നാണ്. അത്യാഗ്രഹങ്ങൾ മാറ്റിവെച്ചിട്ട് ആഗ്രഹങ്ങളുള്ള ഒരു സമൂഹം ഉണ്ടാവുക ഏത് ബിസിനസിന്റെയും വളർച്ചയ്ക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. അത്തരം ആഗ്രഹങ്ങളാണ് മനുഷ്യനെ പണം ചെലവാക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതും അത്തരം പ്രേരണകളാണ് സമൂഹത്തിൽ പണത്തിന്റെ ഒരു ഒഴുക്ക് ഉണ്ടാക്കുന്നത്.